ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ്. അങ്ങനെയൊക്കെ വഴിയില്ല. ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല, എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ വന്നിട്ടുള്ള നിരവധി ആളുകളിൽ ഒരാൾ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം. ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കറിയാമാത്തു. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. അതിനകത്ത് ഈ ട്രോളിന്റെ വലിയ വിക്ടിം ട്രോളൊന്നുമല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ശരിക്കും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അച്ചോട്ടൻ തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ? രാഹുലേ, അതന്ന് ചിന്തയെടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു. ആ സമയം മുഴുവൻ കഥ പറയണമെങ്കിൽ 2 തലമുറയുടെ കഥ പറയേണ്ടി വരും. അത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടതും. കുറെ വർഷമായി. അപ്പം 2016 എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. എന്റെ ട്രൈ കണ്ട അവള് വീണു. ഇഷ്ടല്ലേ? ചിന്ത ആർക്കും ഇഷ്ടമല്ലാത്ത അതെ. ചിന്ത ആർക്കും ഇഷ്ടം. എനിക്ക് വയ്യ. ഉണ്മയെ சொல்றேங்க. എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട്. രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്. ഒരു ചാൻസ് ഇട്ടപ്പോഴേക്കും തളപ്പെട്ട് കയറല്ലേ. ചിന്ത കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? പെണ്ണ് കിട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. രാഹുലിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. ഞാനും വളരെ വ്യത്യസ്തമായ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്ര ധാരകളും വ്യത്യസ്തമാണ്. മനസ്സിലായില്ല. അതായത് ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നിലപാടാണ് ഒന്നാമത്തത്. രാഹുൽ ചേച്ചി, എന്റെ രണ്ടാമത്തെ പ്രശ്നം. രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ശരി, പറഞ്ഞ പോലെ ഭയങ്കരமான ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരமான ആള്.